ഒരു പ്രമുഖ നടൻ ഇന്നലെ VSന് മുദ്രാവാക്യമൊക്കെ വിളിച്ചു കഴിഞ്ഞ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. അത് കേസായിരിക്കുകയാണ്. ചേട്ടൻ ആ പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ വായിച്ചു തരാം. എൻ്റെ തന്തയും ചത്തു, സഖാവ് VSും ചത്തു, ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു, ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു, നിൻ്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു, ഒരു 5 ചത്തു ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേ എനിക്കൊരു കാര്യം പറയാം. എൻ്റെ പരിമിതമായ അറിവിൽ മലയാള ഭാഷയിൽ നായ്ക്കൾ ചത്തു എന്ന് പറയും, അതായത് പട്ടി ചത്തു എന്ന് പറയും, പൂച്ച ചത്തു എന്ന് പറയും, മൃഗങ്ങളൊക്കെ ചത്തു എന്നേ പറയുള്ളൂ. മനുഷ്യനാണ് മരണപ്പെട്ടെന്ന് പറയുന്നത്. മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, വിവേകമുള്ളവനാണ്, വിവേചനം ഉള്ളവനാണ്. അച്ഛനെ അറിയാം, അമ്മയെ അറിയാം, പെങ്ങളെ അറിയാം, പിന്നെ അവരെ വേർതിരിച്ച് മനസ്സിലാക്കി ഭാര്യയെ അറിയാം, കാമുകയെ അറിയാം, മോളെ അറിയാം. അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ വിനായകൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അയാൾക്ക് അച്ഛനെ അറിയില്ല, അയാൾക്ക് അമ്മയെ അറിയില്ല, അവന് ഈ ലോകത്ത് സമൂഹത്തിലുള്ള ആരെയും അറിയില്ല. ചത്തു എന്ന വാക്ക് അവൻ്റെ അച്ഛനെ കൂടെ ചേർത്ത് VS ചത്തു എന്നിട്ടത് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയോ, തിരുവനന്തപുരത്ത് K. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പത്രാധിപർ, കേരളമൊന്നിൻ്റെ പത്രാധിപരുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചത്താൽ എന്നെ ഒരു പട്ടിയെ കുഴിച്ചു മൂടുന്ന പോലെ കുഴിച്ചു മൂടണം. അത് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ വേറുള്ളവരെ മരണത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ ചത്തു എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. വിനായകൻ എന്തിനങ്ങനെ പറഞ്ഞു? ഇയാൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത് കിട്ടുമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ട്? വിനായകന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി, എൻ്റെ അറിവിൽ പാർട്ടിക്ക് ചില കാര്യങ്ങളുണ്ട്. പാർട്ടി ഇങ്ങനെ ആയിരിക്കണം. ഒരു സഖാവ് എന്ന് പറയുകയാണ്. വിനായകൻ ഒരു സഖാവാണെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പും ലെവിയും ഒക്കെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ വിനായകൻ ഒരിക്കലും ഇങ്ങനെ ചത്തു എന്നൊരു പദപ്രയോഗം നടത്തില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഉമ്മൻചാണ്ടി ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അത് ലൈവിലാണ് വന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ശരിക്കും അഹങ്കാരമാണ്. ഇത് അഹങ്കാരമാണ്. അദ്ദേഹം ഒരു വലിയ നടനായിരിക്കാം, അഭിനയ കലയുണ്ടാവാം, നിഷേധിയാകാം. ഈ കലാകാരന്മാർ ബേസിക്കലി അവർക്കൊരു സ്വഭാവമുണ്ട്. അവർ നിഷേധികളാണെന്ന് നിഷേധമില്ലാത്തവരും നിഷേധ സ്വഭാവം കാണിക്കും. അത് നല്ല കുറ്റിക്ക് അടി കിട്ടിയാൽ ശരിയാവും. ഇത് തെറ്റാണ്. ചത്തു എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. നായ ചത്തു അല്ലെങ്കിൽ പട്ടി ചത്തു, എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച ചത്തു എന്നല്ലാതെ മരിച്ചു എന്ന് ഞാൻ പറയില്ല. ഇതിൽ അത് വായിച്ചു നോക്കിയാൽ VS ചത്തു, എൻ്റെ തന്ത ചത്തു. അപ്പോൾ ഇയാൾക്ക് തന്തയോടത്തെ വിലയുണ്ട്. VSനോടൊപ്പം തന്തയും കൂടി ചത്തു എന്ന് എഴുതുമ്പോൾ ഇയാൾ രക്ഷപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തിനാ ഹൈബി ഈടനെ കുറ്റം പറയാനായിട്ട് ജോർജ് ഈഡനും ചത്തുന്നു? ഇത് കേരള ഒട്ടുക്കുള്ളവർ വായിക്കുന്നതാ, അല്ലെങ്കിൽ ലോകം വായിക്കുന്നതാ. എന്തിന് ജോർജ് ഈഡനെ കയറി പറയണം? എൻ്റെ സംശയം, അദ്ദേഹം അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ വാർത്തയും വന്നിരുന്നു. VSൻ്റെ ഇതിന് VS കണ്ണേ കരളെ VS ഇതെല്ലാം മുദ്രാവാക്യം വിളിച്ചു പോയിട്ടാണ് ഇത്തരത്തിലൊരു പ്രകടനം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ ചേതോവികാരം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഇയാൾ ആരെ ബോധ്യപ്പെടുത്താനാണ് അനുശോചനത്തിന് പോയത്? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ ക്രൂ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഈ കണ്ട രീതിയിൽ കണ്ണേ കരളെ VS എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്ന ഒരു കൂട്ടം സഖാക്കളല്ല, സാധാരണ ജനങ്ങളാണ് ആ വിളിക്കുന്നത്. അത് കണ്ടിട്ട് ഹൃദയം നുറുങ്ങുന്ന രീതിയിലാണ് അവർ വിളിച്ചത്. അത് ഈ പറയുന്ന വിനായകൻ അവിടെ അനുശോചനത്തിന് പോയിട്ട് വന്നിട്ട് ഈ തന്തയില്ലായ്മ പണി അവൻ കാണിക്കേണ്ട കാര്യം എന്താ? VS എന്ന് പറയുന്ന നേതാവ് എവിടെയാണ് നിൽക്കുന്നതെന്ന് വിനായകൻ അറിയാമെങ്കിൽ VS ചത്തു എന്നൊരു വാക്കയാൾ എഴുതില്ല. അപ്പൊ എന്തിനാ ഈ പരിപാടിയിൽ പങ്കെടുത്തു? അത് നാട്ടുകാരെ ബോധിപ്പിക്കാനായിരിക്കും. എല്ലാം പ്രകടനമല്ലേ ഈ പറയുന്ന രീതി. അപ്പൊ ഉമ്മൻചാണ്ടി എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാണ് ഉമ്മൻചാണ്ടി എന്ന് ചോദിക്കാൻ എന്ത് അവകാശം? ഒന്ന് വിനായകന് ഇങ്ങനെ പറയാം, വിനായകന് ഒരു ചുക്കും അറിയില്ല. വിനായകന് ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഒന്നും അറിയില്ല, VSനെ കുറിച്ചും ഒന്നും അറിയില്ല. ഇപ്പൊ ജനങ്ങൾ അറിയുന്ന ഒരു നടനായി കഴിഞ്ഞപ്പോൾ താൻ എന്ത് പറഞ്ഞാലും സമൂഹത്തിൽ അറിയും എന്നുള്ള ഒരു അയാളുടെ ബുദ്ധിയിൽ അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് അയാൾ എന്ത് തെമ്മാടിത്തരവും പറയുന്നത്. 2, ഒരു കലാകാരൻ ഇങ്ങനെ നിഷേധിയാണ് എന്നുകൂടെ അറിയിക്കാനാണ്. ഇതിനു മുമ്പ് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടെ വന്നു കഴിഞ്ഞ്, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമം കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് തന്തയില്ലായ്മ തരവും പറയാമെന്ന് വിനായകൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിനായകന് പാർട്ടി സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പോയി നിന്നിട്ട് അതും ഒരു വാർത്ത. ഇപ്പോൾ ഞാനത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ എന്ത് കാണിച്ചാലും അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന നടക്കുന്ന വേറെ കുറേ ആൾക്കാർ, വിനായകന് പക്ഷം പറയുന്ന വേറെ, അയാളുടെ നിറം, അയാളുടെ ജാതി, അതൊക്കെ വേണമെങ്കിലും പറയും. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ പോക്ക്. സോഷ്യൽ മീഡിയ വന്നതിൻ്റെ നല്ല വശങ്ങൾ പോലെ തന്നെ 10 മടങ്ങ് അതിൻ്റെ എതിർവശമുണ്ട്.
അതിലേക്ക് ഞാൻ പറയാം, ഈ പോസ്റ്റ് എഴുതുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വേറൊരു പോസ്റ്റും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര 2ാം ദിവസത്തിലേക്ക് നീണ്ടപ്പോൾ വിനായകൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ചത്ത് അതിന് ഇത്ര ഷോ വേണോ, പറഞ്ഞവൻ ഇന്ന് മരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മൂങ്ങുന്നു. അതായത് VS-നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി ഗ്രൂപ്പിൽ വന്നതാണ്. അതിൻ്റെ ബാക്കിയുള്ളത് വായിക്കാൻ പറ്റില്ല, ആ രീതിയിലുള്ള ഭാഷയാണ് അതിൽ ഉപയോഗിച്ചത്. ഒരു വാട്സപ്പ് സന്ദേശമാണത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ അതും പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടിട്ട് വിനായകൻ തന്നെയാണ് അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പല്ലേ മീര? ഇതിനകത്ത് ഇരട്ടത്താപ്പ് CPM-നകത്തുമുണ്ട്. CPM-ൻ്റെ പാർട്ടിക്കകത്തുള്ളവരിൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുമുണ്ട്. വിനായകൻ VS-നെ ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാതെ കൊന്ന ഒരു പാർട്ടി ഇരട്ടത്താപ്പ് തന്നെയാണ്. ആണ്, ഇരട്ടത്താപ്പ് തന്നെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് കണ്ണ് തള്ളി ഇരിക്കുകയാണ് CPM ഈ പറയുന്ന വിരുദ്ധര്. ഈ വിരുദ്ധര് VS-ന് കിട്ടിയിരിക്കുന്ന ജനപ്രിയത, അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ജനപ്രിയത കണ്ണ് തള്ളി ഇരിക്കുകയാണ്. അറിയാമോ? ഇത് വന്നതൊന്നും പാർട്ടിക്കാരില്ലെന്ന് അറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഈ വന്നത്. ഇതെല്ലാം വോട്ടായിരുന്നു എന്നറിയാം. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ വിനായകൻ ഈ ഒരു വശവും പറഞ്ഞു, അല്ലേ? ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നല്ലേ, അത് പാർട്ടിക്കാർ തന്നെ എടുത്തിട്ടെന്നല്ലേ പറഞ്ഞത്. പാർട്ടിക്കകത്തുള്ള ഇത്തരത്തിൽ VS വിരോധികളെ കൂടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വശത്തും, മറുവശത്ത് ഞാൻ VS-ന്റെ ആളാണെന്ന് കാണിക്കാൻ മറ്റൊരു മുഖവും. അപ്പോൾ വിനായകൻ ആരാ? ഇരട്ടത്താപ്പിന്റെ ആളാ. എനിക്കെന്നല്ല, ഞാൻ ഈ പറയുന്ന കേരള സമൂഹത്തിൽ VS എന്ന് പറയുന്ന നേതാവിനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പോയിട്ട് വന്നിട്ട് 2 ദിവസം ഞങ്ങൾക്ക് ഹാങ് ഓവർ മാറിയില്ല, അറിയാമോ? ഞങ്ങൾ വെറുതെ ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയി ഒപ്പീനിയൻ ചോദിച്ചു. ഞങ്ങൾ അവിടെ കാത്തു നിന്നു ആ മൃതശരീരം കാണാനായി. ആ പെരുമഴയത്ത് ഞങ്ങൾക്ക് ആ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചാലും ഞങ്ങൾ ആ ഹാങ് ഓവറിലേക്ക് പോകും. കാര്യം അത്രയ്ക്ക് ജനം അതിനകത്തായിരുന്നു. ആ സ്ഥാനത്താണ് ചത്തു എന്നൊക്കെ പറയുക. പൊക്കിയെടുത്ത് അകത്തിടണം. 2 കൊല്ലം ഉള്ള ഇട്ടേക്കണം. അപ്പൊ ഉമ്മൻചാണ്ടിയും പറഞ്ഞതല്ലേ തെറ്റല്ലേ? അതല്ലേ ഞാനും പറഞ്ഞത്. ഉമ്മൻചാണ്ടി പറയും ഇയാൾക്ക് എന്ത് യോഗ്യത? അതാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആദ്യം ABCD ഇയാൾ പഠിച്ചിട്ട് വരട്ടെ വിനായകൻ. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് പഠിക്കട്ടെ. എത്ര ജനപ്രിയനായിരുന്നു അദ്ദേഹം എന്ന് പഠിക്കട്ടെ. അപ്പോൾ അതായത് അന്ന് ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞു. യെസ്, പാർട്ടിയിൽ തന്നെ ഈ CPM-നകത്ത് തന്നെ ഇന്നിപ്പോൾ ഈ ലോകത്ത് രാഷ്ട്രീയ വിരോധം, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് രാഷ്ട്രീയ വിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ തീരത്തേ ഉള്ളൂ. മരണാനന്തരം അതില്ല, വ്യക്തിപരമായും ഇല്ല. സാധാരണക്കാരനായി എനിക്ക് തന്നെ എത്രയോ BJP സുഹൃത്തുക്കളുണ്ട്, എത്രയോ RSS സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയം നിങ്ങൾ മാറ്റി നിർത്തും. നമ്മൾ കണ്ട് VD സതീശൻ കാണാൻ പോയി. ഞങ്ങൾ കാണാൻ പോകുമ്പോൾ VD സതീശൻ DC ഓഫീസിൽ നിന്ന് കണ്ടിട്ടിറങ്ങുന്നു. ചെന്നിത്തല ഇത്രയും മണിക്കൂർ കാത്തു നിന്നു. ആന്റണി കാണാൻ പോയി. ആന്റണി കരഞ്ഞു. അപ്പം അവിടെയാണ് ലോകം മാറിയത് മനസ്സിലാക്കാൻ വിനായകന് കഴിയുന്നില്ല. വിനായകൻ ആര് തൃപ്തിപ്പെടുത്താനെന്ന് ചിന്തിക്കുന്നെങ്കിൽ വിനായകൻ വിഡ്ഢി സ്വർഗത്ത് ജീവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വിനായകനിലൊരു അഭിനയകലയുണ്ട്. ആ അഭിനയകലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമോ, നിങ്ങൾ അഭിനയിക്കുകയോ, നിങ്ങൾ മദ്യപിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ നിയമത്തിന് നിരക്കാത്തത് കാണിക്കുകയോ ചെയ്ത് നമുക്ക് ഭാഗമല്ല. ഈ സമൂഹത്തിനെ ഇങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ ഒരു താറടിക്കുന്ന രീതിയിൽ VS എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാം? VS നടത്തിയ പ്രക്ഷോഭങ്ങളെ കുറിച്ച് എന്തറിയാം ഇയാൾക്ക്? അറിയുന്നത് കൊണ്ടല്ലേ കണ്ണേ കരളെ VS എന്ന് മുദ്രാവാക്യം വിളിച്ചത്? അതൊക്കെ അറിഞ്ഞിട്ടാണെന്നോ 10 പേര് പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒരു കൊച്ചുകുട്ടി എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ അയാൾ ഉന്നം വെക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അയാളുടെ ഒരു എന്തോ പറയാ, അയാൾക്കുള്ള ഒരു ക്ഷോഭം. അയാൾ ഈ പറയുന്ന രീതിയിൽ അയാൾ എന്ത് പറഞ്ഞാലും സമൂഹം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ അമ്മയത്തല്ലിൽ 2 പക്ഷമുള്ള ലോകമാണല്ലോ, അതിനുവേണ്ടി കയ്യടി കിട്ടാൻ വേണ്ടി അയാൾ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. വെറും ബാലിശം. ഈ ചത്തു എന്ന പ്രയോഗത്തിന് ഞാൻ ഒപ്പോസ് ചെയ്യുന്നു. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം മൃഗങ്ങളാണ് ചത്തെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എവിടെ വേണോ ചോദിച്ചു നോക്കൂ, ആരെ കൂടെ വേണമെങ്കിലും ചോദിച്ചു നോക്കൂ. മനുഷ്യൻ മഹാനാകുന്നത് നമ്മൾ മൃഗവുമായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മീരയുടെ മുമ്പായിരുന്നു. നമ്മൾ അമ്മയെ തിരിച്ചറിയണം, പെങ്ങളെ തിരിച്ചറിയണം, കാമുകയുണ്ടെങ്കിൽ കാമുകയെ തിരിച്ചറിയണം, ഭാര്യയെ തിരിച്ചറിയണം. ആദ്യം അതാണ് ഒരു മനുഷ്യനാകുന്നത്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് വിവേകം, പിന്നെ വിവേചനം, പിന്നെ ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ഇയാൾ മനുഷ്യനല്ലേ? വിനായകൻ മനുഷ്യനല്ലേ? ഒരാൾ ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോഴല്ല ഒരാൾ നേതാവാകുന്നത്.
VS എന്ന് പറയുന്നത് എത്ര സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. ഉമ്മൻചാണ്ടി എന്ന നേതാവ്, അദ്ദേഹം അതിദേശനായ നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ തള്ളിപ്പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, കെ കരുണാകരൻ ചത്തെന്ന് പറഞ്ഞു. കെ കരുണാകരന്റെ ഹിസ്റ്ററി ചോദിക്കാൻ പറ്റുമോ? കെ കരുണാകരൻ എത്ര മണ്ഡലങ്ങൾ മത്സരിച്ചെന്ന് ചോദിക്കാൻ ഞങ്ങൾ ചോദിക്കുന്നു വിനായകനോട്. വിനായകന് പറയാൻ പറ്റുമോ? വിനായകൻ പറ. കെ കരുണാകരൻ ഏതൊക്കെ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു? ഏതൊക്കെ കൊല്ലം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് തെറ്റുണ്ടോ? പറയണം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ആദ്യം വിനായകൻ മനസ്സിലാക്കാനുള്ളത്, വിനായകൻ ഒരു മനുഷ്യനാണ്, മൃഗമല്ല. ഈ ലോകത്ത് ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ വിനായകൻ സ്വയം മനസ്സിലാക്കുക. വിനായകൻ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ ചത്തെന്ന് പറയില്ല. പട്ടിയെയും പൂച്ചയുമേ ചത്തെന്ന് പറയുള്ളൂ. അവിടെ നമ്മൾ തീർത്തും വിനായകനെ തള്ളുക തന്നെ ചെയ്യും. VS-നെ പറഞ്ഞതുകൊണ്ടല്ല, ആരെയും, ഒരു മനുഷ്യനെയും അങ്ങനെ ആരും പറയാറില്ല. അവിടെ പോയി റീത്ത് വയ്ക്കുന്നു, ഈ പറയുന്ന ഇൻകുലാബ് വിളിക്കുന്നു. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സാമൂഹിക മാധ്യമങ്ങളും. മീര എന്നോട് ഇപ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, VS-നെ എതിർക്കുന്ന ഒരു കൂട്ടം പേർക്ക് തൃപ്തി കിട്ടാനായി, അല്ലേ? VS-നെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം പേർക്ക് തൃപ്തി കിട്ടാനായിട്ടാണോ ഇത്തരത്തിൽ മറ്റൊരു വർത്തമാനം കൂടെ പറഞ്ഞത്? തൃപ്തി കിട്ടാനാണെങ്കിൽ അത്തരം മാനസിക രോഗികൾക്ക് തൃപ്തി കിട്ടിക്കോട്ടെ. വിനായകൻ എന്ന മാനസിക രോഗി അത്തരത്തിൽ പറഞ്ഞെങ്കിൽ അത് ആയിക്കോട്ടെ. ഇത് മാനസിക വൈകല്യമുള്ളവരെ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. ഒരു മാനസിക രോഗമെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാം. മനസ്സിന് പനി വരുന്നതോ അല്ലെങ്കിൽ മനസ്സിന് ജലദോഷം വരുന്നതോ ആണ് മാനസിക രോഗം എന്ന് പറയുന്നത്. അത് ചികിത്സിക്കണം. 3 മുഖ്യമന്ത്രിമാരെയാണ്, കരുണാകരൻ, ഉമ്മൻചാണ്ടി, VS. ഇതിൽ പല അധിക്ഷേപം വേറെ ഒന്നുമില്ല. കേസ് പറഞ്ഞു. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒട്ടുക്കറിയുന്ന ഇയാൾ ആര് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത് വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എപ്പോഴേ ഉള്ള പോയെന്നറിയോ? ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിടണം, അറസ്റ്റ് ചെയ്യണം, ഇയാളെ മര്യാദയ്ക്ക് നടക്കാനായിട്ട് പറയണം. ഇനി ഇവൻ തുണിയില്ല നടന്നാലും അതും സമൂഹ മാധ്യമത്തിൽ വരും. വേണമെങ്കിൽ അങ്ങനെ നടക്കും. കലാകാരന്റെ നിഷേധ സ്വഭാവം അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചാൽ മതി. അല്ലാത്തടത്ത് കാണിച്ച് ചപ്പാക്കുറ്റിക്ക് അടി കിട്ടും.